ഹായ് സ്റ്റുഡൻസ്, നമ്മളപ്പം തേർഡ് മോഡ്യൂൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ടിൽ നൗ വി ഹാവ് ലേൺഡ് what is a transducer, what are the basic requirements of a transducers and the classification of transducers. Now we are going to learn about LVDTs. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് LVDT ആണ്. ഓക്കെ, സോ LVDT or ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. LVDTയുടെ എക്സ്പാൻഷൻ എന്താണ്? ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് LVDTയുടെ എക്സ്പാൻഷൻ. സോ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് to translate the linear motion into electrical signals. It is an inductive type transducer which is used to translate the linear motion into electrical signals. അതായത് ലീനിയർ മോഷനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ടാണ്, കൺവേർട്ട് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? LVDT. അതായത് ലീനിയർ മോഷൻ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ LVDT ഉപയോഗിക്കുന്നത്. ഓക്കെ, so it is an inductive type of transducer which is used to translate linear motion into electrical signals. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ കഴിയുന്നുണ്ട്, ഈ റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്, LVDTയുടെ കൺസ്ട്രക്ഷനാണ്. സോ ഇതൊരു ക്രോസ് സെക്ഷൻ ഫിഗറാണ്. അപ്പം നമുക്ക് കാണാം പ്രൈമറി വൈൻഡിങ് ഉണ്ട്, അതിനെ P എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഏതർ സൈഡ്സിലും S1 S2 എന്ന് പറയുന്ന രണ്ട് സെക്കൻഡറി വൈൻഡിങ്സ് കാണും. ഈ S1ഉം S2ഉം ഐഡൻറ്റിക്കൽ ആണ്, അതായത് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള വൈൻഡിങ്സ് ആണ്. S1നെയും S2നെയും ഐഡൻറ്റിക്കലായിട്ടാണ് നമ്മൾ ഈ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഏതർ സൈഡിലും പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, so S1 and S2 are two secondary windings which are identical, which have equal number of turns, and they are placed identically on either sides of the primary winding. നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിനെയാണ് P വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്, രണ്ട് സെക്കൻഡറി വൈൻഡിങ്സിനെയാണ് S1 S2 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇതിനെയെല്ലാം, ഈ ഫുൾ നമ്മുടെ എൻറ്റയർ സ്ട്രക്ചറിനെയും നമ്മൾ ഒരു സ്റ്റീൽ കേസിങ്ങിനകത്താണ് ഹൗസ് ചെയ്തിട്ടുള്ളത്. സോ ദ എൻറ്റയർ സ്ട്രക്ചർ ഈസ് ഹൗസ്ഡ് ഇൻ എ സ്റ്റീൽ കേസിങ്. ഓക്കെ, അതായത് അതിനെ നന്നായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്കലി ഷീൽഡ് ചെയ്തിട്ടുള്ള ഒരു കേസിങ്ങിനകത്താണ് നമ്മളിതിനെ ഹൗസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മിഡിലിൽ നിന്ന് നമുക്കൊരു സോഫ്റ്റ് അയൺ കോർ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത് നിക്കൽ അയൺ വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ് അയൺ കോറാണ്. ഹൈഡ്രജൻ അനീൽഡ് നിക്കൽ അയൺ. ഹൈഡ്രജൻ അനീൽഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ കണ്ടൻറ്റ് കുറച്ചിട്ടുള്ള നിക്കൽ അയൺ വെച്ചിട്ടാണ് ഈ സോഫ്റ്റ് അയൺ കോറ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ സെൻസിറ്റിവിറ്റി ആയിരിക്കും, നൾ വോൾട്ടേജ് കുറവായിരിക്കും, അൺവാണ്ടഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നതും കുറവായിരിക്കും. അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നമ്മൾ ഹാർമോണിക്സ് എന്ന് പറയുന്നത്, അപ്പോൾ അതും കുറവായിരിക്കും. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ കോർ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഹൈഡ്രജൻ അനിൽ നിക്കൽ അയൺ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, നൾ വോൾട്ടേജ് കുറവായിരിക്കും, ഹാർമോണിക്സും കുറവായിരിക്കും. ഇനി ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ ആമിലാണ് എന്താണോ നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ലീനിയർ മോഷൻ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ ലെഫ്റ്റിൽ ഒരു ആം കാണുന്നില്ലേ, അവിടെ ആയിരിക്കും നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു LVDTയുടെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഏതർ സൈഡ്സിലും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള S1 S2 എന്ന് പറയുന്ന ഐഡൻറ്റിക്കലി പ്ലേസ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. ഇതിനെ ഫുള്ള് ഒരു സ്റ്റീൽ കേസിങ്ങിനകത്തായിരിക്കും ഹൗസ് ചെയ്തിരിക്കുന്നത്. നടുക്ക് ഒരു സോഫ്റ്റ് അയൺ കോറുണ്ട്, അതിനെ ലോഞ്ചിറ്റ്യൂഡിനലി പ്ലേസ് ചെയ്തിരിക്കുകയായിരിക്കും. എന്തിനാണ് ലോഞ്ചിറ്റ്യൂഡിനലി പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കുന്നതിനായിട്ടാണ്. എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കുന്നതിനായിട്ടാണ് ഈ സോഫ്റ്റ് അയൺ കോറിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂണലി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആമിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഓപ്പറേഷൻ ഓഫ് LVDTs എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ആംസിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, മെഷർ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഫിഗർ A ശ്രദ്ധിക്കണേ, ആംസിലാണ് മെഷർ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിനി പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യും.
ഓക്കെ, പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അതിനെയാണ് എ സി എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ സി വോൾട്ടേജ് പ്രൈമറി വൈൻഡിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വിൽ ബി ബിറ്റ്വീൻ 3 to 15 വോൾട്ട് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദറ്റ് എ സി സിഗ്നൽ വിൽ ബി ബിറ്റ്വീൻ 50 to 20 കിലോ ഹെർട്സ്, 50 ഹെർട്സ് to 20 കിലോ ഹെർട്സ്. സോ എ sinusoidal voltage of amplitude 3 to 15 volt and frequency between 50 hertz to 20 kilohertz is used to excite the primary winding. നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു സൈനുസോയിഡൽ വോൾട്ടേജ് അഥവാ ഒരു എ സി സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പം എന്ത് പറ്റും? പ്രൈമറി വൈൻഡിങ് പ്രൊഡ്യൂസസ് ആൻ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു വൈൻഡിങ് അല്ലേ, അപ്പോൾ അവിടെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വോൾട്ടേജ് എവിടെ ഇൻഡ്യൂസ് ചെയ്യും? സെക്കൻഡറി വൈൻഡിങ്സിൽ. നമുക്കറിയാം ഇത് LVDT എന്ന് പറയുന്ന ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്ക് എവിടെ ജനറേറ്റ് ആവും? സെക്കൻഡറി വൈൻഡിങ്സിൽ ഇൻഡ്യൂസ് ആവും. ഓക്കെ, സെക്കൻഡറി വൈൻഡിങ്സിൽ ഇൻഡ്യൂസ് ആവും. നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്സിൽ ഇൻഡ്യൂസ് ആവുന്ന വോൾട്ടേജിനെയാണ് ES1 ES2 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫിഗർ നോക്കൂ. ഫിഗർ ബിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നതിനായിട്ട് നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്സ് അതായത് S1നെയും S2നെയും നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ദ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വിൽ ബി ഗിവൺ ബൈ ES1 മൈനസ് ES2. ഓക്കെ, സോ ഔട്ട്പുട്ട് എടുക്കുന്നതിനായിട്ട് നമ്മൾ S1 നിന്നും S2 നിന്നും ES1 ES2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് എടുക്കുന്നതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ രണ്ട് വൈൻഡിങ്സിനെ, നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്സിനെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ആയിരിക്കും E0 എന്നും പറഞ്ഞിട്ട് എടുക്കുന്നത്. ആ E0 വിൽ ബി ഈക്വൽ ടു ES1 മൈനസ് ES2. ഓക്കെ, സോ when an AC signal is applied on the primary winding, what happens? It produces an alternating magnetic field and induces a proportional voltage in the secondary windings, which are denoted by ES1 and ES2. In order to get the differential output, what we do is we will connect the secondary windings S1 and S2 in series and obtain the output from there, and that output will be equal to ES1 minus ES2. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഫിഗർ A. At null position, the linked flux will be equal. അതായത് ES1 will be equal to ES2 and thus the output resulting differential output E0 will be equal to 0. അതെന്താണ്? നൾ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം കോർ എന്ന് പറയുന്നത് നൾ പൊസിഷനിൽ ഇരിക്കുവാണ്. കോറ് നൾ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ES1ഉം ES2ഉം ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ES1 മൈനസ് ES2 ആണ്. അതുകൊണ്ട് തന്നെ ES1ഉം ES2ഉം ഈക്വൽ ആണെങ്കിൽ E0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നൾ പൊസിഷനിൽ അവിടെ ഒരു തരത്തിൽ, അതായത് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് X1ലും X2ലും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഫിഗർ എയിൽ പറയുന്നത്. ഇനി ഫിഗർ ബി. സോ ഇൻ ഫിഗർ ബി നമ്മൾ നമ്മുടെ കോറിനെ നൾ പൊസിഷന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, നൾ പൊസിഷനാണ് ആ നടുക്കൂടെ ഒരു ലൈൻ വരച്ച് കാണിച്ചിരിക്കുന്ന ഫിഗർ ബി നോക്കൂ. അപ്പം നമ്മുടെ കോറിനെ നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്തത്. അപ്പം കോറിനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എവിടെ ആയിരിക്കും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കൂടുതൽ? ലെഫ്റ്റ് സൈഡിലുള്ള വൈൻഡിങ്ങിലായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വൈൻഡിങ് ഏതാ? S1 ആണ്. സോ നമ്മൾ എപ്പോഴാണോ കോറിനെ നൾ പൊസിഷന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നത്, കൂടുതൽ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് S1ലായിരിക്കും. S2ൽ ലിങ്ക് ആവുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ ഈ ഫിഗറിൽ രണ്ടിടത്തും S1 എന്നാണ് തന്നിരിക്കുന്നത്. ES2 എന്ന് പറയുന്നത് S2 സെക്കൻഡ് വൈൻഡിങ്ങിലാണ്. ഓക്കെ,
സോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ലിങ്ക് ആവുന്നത് S1-ലായിരിക്കും. അതുകൊണ്ട് തന്നെ ES1 എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ES2. അപ്പം നമ്മുടെ നെറ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും? E0 ഈസ് ഈക്വൽ ടു ES1 മൈനസ് ES2 ആയിരിക്കും. അപ്പോൾ എത്രയാണോ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, എത്രയാണോ നമ്മുടെ കോറിനെ മൂവ് ചെയ്യുന്നത്, ആ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാൽ, നമ്മൾ കോറിനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഫിഗർ സി നോക്ക്, കോറിനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം കോറിനെ എപ്പോഴാണോ നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്, അപ്പോൾ എവിടെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കൂടുതലായിരിക്കും? S2-ൽ ലിങ്ക് ആവുന്ന ഫ്ലക്സ് കൂടുതലായിരിക്കും. കാര്യം റൈറ്റിലിരിക്കുന്ന സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് S2 ആണ്. സോ ES2 എന്ന് പറയുന്നത് ES1-നെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ES1 മൈനസ് ES2 ആണ്. ES2 ES1-നെക്കാട്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, നമുക്ക് ഔട്ട്പുട്ട് ഒരു വേവ് അല്ലേ കിട്ടുന്നത്, അത് ES2 കൂടുതലായതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. അതായത് 180 ഡിഗ്രി പ്രൈമറി വോൾട്ടേജിനെ കാട്ടി 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ES2 എന്ന് പറയുന്നത് ES1-നെക്കാട്ടി കൂടുതലായതുകൊണ്ട്, അതായത് റൈറ്റിലോട്ട് കോറ് മൂവ് ചെയ്യുന്ന സമയത്ത് ES2 ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് പ്രൈമറി വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ ആണോ? സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നൾ പൊസിഷനിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് S1-ലും S2-ലും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഇനി ഫിഗർ ബി നോക്കൂ, അവിടെ നമ്മൾ നമ്മുടെ കോറിനെ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ ലിങ്ക് ആവുന്ന ഫ്ലക്സ് കൂടുതലായിരിക്കും? S1-ൽ. സെക്കൻഡറി വൈൻഡിങ് S1-ൽ ലിങ്ക് ആവുന്ന ഫ്ലക്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ES1 വിൽ ബി ഗ്രേറ്റർ ദാൻ ES2. സോ ദ റിസൾട്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് E0 ഈസ് ഈക്വൽ ടു ES1 മൈനസ് ES2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നമുക്കൊരു സൈനസോയിഡൽ സിഗ്നൽ കിട്ടുന്നത് പോസിറ്റീവ് സിഗ്നൽ ആയിരിക്കും. എന്നാൽ നമ്മൾ കോറിനെ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? എവിടെ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും? ES2-ൽ ലിങ്ക് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ES2 വിൽ ബി ഗ്രേറ്റർ ദാൻ ES1. അപ്പം നമ്മുടെ റിസൾട്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ES1 മൈനസ് ES2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് പ്രൈമറി വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ എത്രമാത്രം വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ, സെക്കൻഡറിയുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നോ, ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി കോർ. അതായത് എത്രമാത്രം നമ്മൾ മൂവ്മെൻറ്റിനെ, അതായത് കോറിനെ മൂവ് ചെയ്യുന്ന അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? കോറിനെ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോറിലോട്ടാണ്, അതിൻ്റെ ആമിലോട്ടാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി വോൾട്ടേജ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വോൾട്ടേജ് കൂടുവാണെങ്കിൽ ES1 ഗ്രേറ്റർ ദാൻ ES2 ആയിരിക്കും. അപ്പം നമ്മൾ ഏത് സൈഡിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? കോറിനെ ലെഫ്റ്റിലോട്ടായിരിക്കും. റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും. സോ ദ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ചേഞ്ച് ഇൻ either secondary winding is proportional to what? The amount of linear motion or the movement of the core. So by noticing whether the output voltage is increase or decrease, we can determine the direction of motion. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ LVDTയുടെ, ആദ്യം LVDT എന്താണെന്ന് പറഞ്ഞു, പിന്നെ എന്ത് പഠിച്ചു? അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു. നൗ ഇറ്റ്സ് ഓപ്പറേഷൻ. ഓക്കെ, സോ ഈ ഫിഗർ വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ആൻ LVDTയുടെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് വേരി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് Y ആക്സിസിൽ എടുത്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കറിയാം E0 ഈസ് ഈക്വൽ ടു വാട്ട്? ES1 മൈനസ് ES2. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട്
നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കോർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് ES1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ES2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഒരു വോൾട്ടേജ് സിഗ്നലാണ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളതായിരിക്കും നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റൈറ്റിലോട്ടാണെങ്കിൽ, അതായത് കോറിനെ മൂവ് ചെയ്യുന്നത് റൈറ്റിലോട്ടാണെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലുള്ള, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഔട്ട്പുട്ട് ഇസ് ലീനിയർ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഈ ഗ്രാഫ് കണ്ടോ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്രയും നേരത്തേക്ക്, അതായത് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ A വരെ എത്തുമ്പം ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ 5 മില്ലിമീറ്റർ ഒക്കെ ആയിരിക്കും. സോ അത്രയും ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ബി എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നമുക്കിതാ ലെഫ്റ്റ് സൈഡിലും കാണാൻ പറ്റുന്നുണ്ട് B വരെ, അതായത് 0 to B വരെ ലീനിയർ ആയിരിക്കും, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിന് ലീനിയർ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. എന്നാൽ എപ്പോഴാണോ, അതായത് 5 മില്ലിമീറ്ററിൽ കൂടുതലാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഞ്ച് കൂടുതലാണെങ്കിൽ കർവ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇറ്റ് വിൽ ഡീവിയേറ്റ് ഫ്രം ദാറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. Okay, so the output voltage of an Lvdt is a linear function of what? The core displacement for about what? 5 millimeter of displacement. അതായത് ഒരു 5 millimeter of displacement വരെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് will be a linear function of what? The input displacement. But beyond this range, that is for about, if the range is greater than 5 millimeter, if the displacement is greater than 5 millimeter, the curve starts to deviate from a straight line. Curve എന്ത് ചെയ്യാൻ തുടങ്ങും, സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, so now let's see the advantages and disadvantages of this LVDT. മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, advantages and disadvantages of LVDT. So first advantages. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ലീനിയറിറ്റി ഈസ് ഗുഡ്. അത് നമുക്കിപ്പോൾ തന്നെ നമുക്കറിയാം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ലീനിയർ ടു വാട്ട്, ഇൻപുട്ട്. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലീനിയർ ടു ദ ഇൻപുട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ, വെരി ഹൈ റേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ്. അതായത് ഇറ്റ് ഓഫേഴ്സ് എ ഹൈ റേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ്. അതായത് നമുക്ക് 1.25 മില്ലിമീറ്റർ തൊട്ട് 250 മില്ലിമീറ്റർ റേഞ്ചിൽ വരെ, 250 മില്ലിമീറ്റർ റേഞ്ചിൽ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ LVDT വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊരു ട്രാൻസ്ഡ്യൂസറാണ്. സോ ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടു എ പ്രൊപ്പോർഷണൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ ലീനിയാരിറ്റി ഗുഡാണ്, വെരി ഹൈ റേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻ്റ് ആണ്. 1.25 മില്ലിമീറ്റർ തൊട്ട് 250 മില്ലിമീറ്റർ വരെയുള്ള റേഞ്ചിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിന് മെഷർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഡ്നെസ് ആണ്. റെഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ട്രാൻസ്ഡ്യൂസേഴ്സിന് ഹൈ ഡിഗ്രി അതിന് എന്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി കാണും, ഷോക്ക്, വൈബ്രേഷൻസ്, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ വൈൻഡിങ്സ് അല്ലേ. അപ്പോൾ ഈ വൈൻഡിങ്സിലുണ്ടാകുന്ന ഷോക്കും എക്സ്റ്റേണൽ വൈബ്രേഷൻസും എല്ലാം തന്നെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി LVDTസിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഔട്ട്പുട്ട് ഈസ് റാദർ ഹൈ. Therefore, immediate amplification is not necessary. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ക്ലിയറും ഹൈ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ LVDTs ഉപയോഗിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ആംപ്ലിഫയറിൻ്റെ ഉപയോഗം വരുന്നില്ല, നമുക്ക് ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. സോ ഇമ്മീഡിയറ്റ് ആംപ്ലിഫിക്കേഷൻ ഇസ് നോട്ട് നെസസറി. നെക്സ്റ്റ് എന്താണ്, സെൻസിറ്റിവിറ്റി ഈസ് ഹൈ. സോ ഹൈ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അതായത് സിഗ്നലിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഹൈ സെൻസിറ്റിവിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്, നമ്മുടെ LVDT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LVDTസിനകത്ത് ഫ്രിക്ഷണൽ ആൻഡ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, കോയിലും കോറും തമ്മിൽ ഫ്രിക്ഷണൽ ആൻഡ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സ്റ്റെപ്ലെസ് ആൻഡ് ഹെൻസ് ദ റെസൊല്യൂഷൻ ഇസ് വെരി ഗുഡ്.
ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എഫിഷ്യൻറ്റും എഫക്റ്റീവും ഡൈനാമിക്കും ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നല്ല ഒരു ഗുഡ് റെസൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും ഈ LVDTs എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഇറ്റ് കൺസ്യൂംസ് ലോ പവർ ആൻഡ് ലോ ഹിസ്റ്ററേസിസ് ലോസ്. അതായത് പവർ കൺസപ്ഷനും കുറവാണ്, അതുപോലെ തന്നെ ഹിസ്റ്ററേസിസ് ലോസും കുറവാണ് ഇതിനകത്ത്. ഓക്കെ, സോ ദ അഡ്വാൻറ്റേജസ് ഓഫ് LVDTs ആർ linearity is good, output is proportional to input ആയിരിക്കും, very high range of displacement measurement, ruggedness, ഔട്ട്പുട്ട് ഈസ് റാദർ ഹൈ, അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആംപ്ലിഫിക്കേഷൻ്റെ ആവശ്യമില്ല, സെൻസിറ്റിവിറ്റി ഹൈ ആണ്, ഫ്രിക്ഷണൽ ആൻഡ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഉണ്ട് കോയിലും കോറും തമ്മിൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ്ലെസ്, അതായത് എഫിഷ്യൻ്റ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആൻഡ് ഇറ്റ് കൺസ്യൂംസ് ലോ പവർ ആൻഡ് ലോ ഹിസ്റ്ററേസിസ് ലോസസ് ദെയർ ഇൻ LVDTs. ഇനി നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പഠിക്കാം. സോ എത്ര നല്ല ഒരു ഡിവൈസ് ആണെന്ന് പറഞ്ഞാലും ഇറ്റ് വിൽ ഹാവ് സം ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ സ്ട്രേ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ്. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഏതൊരു ഡിവൈസിലും ഒരു സ്ട്രേ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? LVDTസിനെ പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്യണം. സോ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് ലാർജർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ലാർജർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഔട്ട്പുട്ട് ചേഞ്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇതെന്തിലാണ് വർക്ക് ചെയ്യുന്നത്? AC സിഗ്നലിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ DC വോൾട്ടേജ് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇൻപുട്ട് DC ആണെങ്കിൽ അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഡീമോഡുലേഷൻ ചെയ്യേണ്ടി വരും, DCയെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ഇത് DCയിൽ ഓപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് DC ഇൻപുട്ട് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വി വിൽ റിക്വയർ എ ഡീമോഡുലേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ AC ആണ് ഇൻപുട്ട്, അപ്പോൾ അവിടെ നോയ്സിൻ്റെ DC വോൾട്ടേജിനെ കാട്ടി DC വോൾട്ടേജ് ആണെങ്കിൽ നോയ്സ് കുറവായിരിക്കും. AC നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നോയ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വൈബ്രേഷൻസ്, ഈ നമ്മുടെ വൈൻഡിങ്സിൻ്റെ വൈബ്രേഷൻസ് ഇതിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് സെൻസിറ്റിവിറ്റി ഈസ് ലോവർ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ അത്രയും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ഹൈ ടെമ്പറേച്ചറിൽ LVDTs അത്രയ്ക്ക് സ്റ്റേബിൾ ആയിരിക്കത്തില്ല. സോ എന്തൊക്കെയാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജസിൽ പറഞ്ഞത്? ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ സ്ട്രേ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ഇറ്റ് റിക്വയർസ് ലാർജർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ പ്രൊഡ്യൂസിങ് എ ഹൈ വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ AC. Because of that reason, when we use DC voltages, it will require a demodulation network, and because of its AC input, it will generate noise, and it is affected by vibrations, and it is less stable at higher temperatures. Okay, uses of LVDTs. Okay, LVDT ആണ്, D മിസ്സായി പോയതാണ്. Uses of LVDTs and its applications. So LVDTs can be used in applications where we have to measure displacement ranging from few millimeter to centimeter. നമ്മൾ പറഞ്ഞു 1.5 millimeter to 250 millimeter വരെ ഉള്ള മെഷർമെൻറ്റ്സിന് നമുക്കിത് ഉപയോഗിക്കാം. ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ where it converts displacement directly to output electrical voltage. അതായത് ഇത് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ടും ഉപയോഗിക്കാം. നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ അത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഇനി നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഫോഴ്സോ വെയിറ്റോ പ്രഷറോ ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചതാണ്. പ്രൈമറി സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് പഠിപ്പിച്ചപ്പം പഠിപ്പിച്ച കാര്യമാണ് ഈ ഫിഗറിൽ തന്നിട്ടുള്ളത്. സോ
നമ്മളവിടെ പഠിച്ചായിരുന്നു പ്രഷർ മെഷർ ചെയ്യേണ്ട സമയത്ത് പ്രഷറിനെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ബോർഡൻ ട്യൂബാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ബോർഡൻ ട്യൂബാണ്. എന്നാൽ നമ്മുടെ LVDTs ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് ഈ ആപ്ലിക്കേഷനിൽ ആക്ട് ചെയ്യുന്നത്? ഒരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ്. അതായത് ആ പുള്ളിയിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണോ അതിനെ പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട്, അതായത് ES1 മൈനസ് ES2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ LVDTs ക്യാൻ ബി യൂസ്ഡ് ഇൻ എവിടെ? പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ഉപയോഗിക്കാം, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ഉപയോഗിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡയറക്റ്റ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടടുത്ത് അതൊരു പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യും. എവിടെയാണോ നമുക്ക് ഫോഴ്സോ വെയിറ്റോ പ്രഷറോ ഒക്കെ മെഷർ ചെയ്യേണ്ടത് അവിടെ അതൊരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഫിഗേഴ്സിൽ അതായത് ABCD 4 ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് LVDTs ആണ് കാണിച്ചിരിക്കുന്നത്. ഫിഗർ എയിൽ നമ്മൾ 4 LVDTs ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, ലോഡ് സെൽസ് വിത്ത് LVDTs 4 LVDT ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ആ ടാങ്കിൻ്റെ വെയിറ്റ് ആണ് LVDT വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ഫിഗറിൽ അവിടെ ഒരു ഷീറ്റ്, റോൾ ചെയ്തിരിക്കുന്ന ഷീറ്റ് കണ്ടോ, അതിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ LVDTs ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗറിൽ ടെൻഷൻ, അതായത് അവിടെ ഒരു കോഡ് വയർ കണ്ടോ, ആ പുള്ളിക്ക് എക്രോസ് ആയിട്ട് പുള്ളി കൂടെ ഒരു കോഡ് വയർ പോയിരിക്കുന്നത് കണ്ടോ, ആ കോഡ് വയറിൻ്റെ ടെൻഷൻ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? LVDTs ഉപയോഗിക്കുന്നത്. ഇനി LVDTയുടെ ഒരു സോണിക് ആപ്ലിക്കേഷനാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. സോ LVDTസിനെ സോണിക് ആപ്ലിക്കേഷൻസിൽ, അതായത് സൗണ്ട് വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഫിഗറാണ് ഈ D എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഹാവ് ആപ്ലിക്കേഷൻസ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. സോണിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ ഒരു കോഡ് വയറിൻ്റെ ടെൻഷൻ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് LVDTസിനെ ഉപയോഗിക്കാം. ഒരു സ്റ്റീൽ ഒരു വയർ അല്ലെങ്കിൽ ഒരു ഷീറ്റിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, വെയിറ്റ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട് LVDTസിന്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? LVDTസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. നിങ്ങൾ പഠിച്ചിട്ട് ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സെൻഡ് ദ ലെക്ചർ നോട്ട്സ് ടു മീ. അപ്പം മാത്രമേ ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ? അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ പേഴ്സണലി, ഓർ നമ്മൾ നാളെ അടുത്ത ദിവസം ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം. ഓക്കെ.